ഒരിക്കലും മറക്കാനാവാത്ത ധാരാളം കഥാപാത്രങ്ങൾ മലയാള സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടി ശോഭന 54ാം പിറന്നാൾ നിറവിലാണ്. വർഷങ്ങളേറെ പിന്നിട്ടെങ്കിലും ശോഭന അവതരിപ്പിച്ച ഗംഗയെയും നാഗവല്ലിയെയും മറക്കാനൊന്നും പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. 2020 റിലീസ് ചെയ്ത വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിലാണ് ശോഭനയെ അവസാനമായി മലയാളികൾ കണ്ടത്. ഒരു ഘട്ടത്തിൽ അവർ നൃത്തത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി സിനിമകളുടെ കാര്യത്തിൽ സെലക്റ്റീവ് ആവുകയായിരുന്നു. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് ബോളിവുഡിൽ നിന്ന് അവസരങ്ങൾ തേടിയെത്തിയപ്പോഴും ശോഭന അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ബോളിവുഡിൽ നടിക്ക് വേണ്ട സ്ക്രീൻ പ്രസൻസും ഭാഷാ പ്രാവീണ്യവുമെല്ലാം ശോഭനയ്ക്ക് ഉണ്ടെങ്കിലും എന്തുകൊണ്ട് നടി ബോളിവുഡിൽ സജീവമായില്ലെന്ന ചോദ്യം ആരാധകർക്കുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയരങ്ങളിൽ എത്താമായിരുന്ന സുവർണ അവസരങ്ങൾ എന്തുകൊണ്ടാണ് താൻ വേണ്ടെന്ന് വെച്ചതെന്ന് നടി പറയുന്നത് ഇങ്ങനെയാണ്: പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ശ്രമം അന്നില്ലായിരുന്നു. ആ സമയത്ത് ഒരു നല്ല വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. നല്ല മലയാള സിനിമകൾ വിട്ട് ആരെങ്കിലും ഒരു ഹിന്ദി പടം ചെയ്യുമോ? എന്നാൽ ഹിന്ദിയിൽ ചില അഭിനയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ മാധുരി ദീക്ഷിത്തിന്റെ കഥാപാത്രങ്ങൾ ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. നല്ല ഹിന്ദി സിനിമകൾ തേടി വന്നിട്ടുണ്ട്. രാജ് കപൂറിന്റെ സിനിമയൊക്കെ വന്നിരുന്നു. പക്ഷേ അമ്മ വിട്ടില്ല. ഒരു നല്ല പ്രൊജക്റ്റ് വന്നിരുന്നെങ്കിൽ, മലയാളത്തിൽ നിന്നും ഒഴിവുണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും വന്നില്ലെന്നും ശോഭന പറഞ്ഞു. അതേസമയം അനൂപ് സത്യൻ സിനിമയിൽ മോഹൻലാലിനൊപ്പം ശോഭനയും വേഷമിടുന്നുവെന്ന് സൂചനയുണ്ട്. മലയാളത്തിന്റെ പ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷയും വാനോളമാണ്.